എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേക്ക്. വീട് കണ്ടാൽ പന്നി തൊഴുത്ത പോലെയുണ്ട്. ഒന്ന് എഴുന്നേച്ച് ഈ വീട് മൊത്തം തുടച്ചേ. അയ്യോ അമ്മി, എനിക്ക് ഭയങ്കര തലവേദന, പനിയും പോലെ. ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ അമ്മ ചൂലി കൊണ്ട് അടിക്കുന്ന കണ്ടു പേടിച്ചിട്ടാ. നിനക്ക് ഞാൻ ഇപ്പൊ തരാം ഒറിജിനൽ അടി. അഭിനയിക്കാതെ എഴുന്നേറ്റ് ആ ജനൽ മൊത്തം തട്ടി തുടക്കി. എടി പാറു, നീ പോയി ഞാൻ ഈ റീൽസ് ഒന്ന് കണ്ടു തീർക്കട്ടെ. നീയല്ലടി ഇതിന്റെ ഒക്കെ മാസ്റ്റർ. ആദ്യം നീ പോയി ആ മറല മൊത്തം അടിച്ചു മാറ്റ്. അയ്യോ, സ്കൂളിൽ 7.5 മണിക്കൂർ ഇരിക്കണം. വീട്ടിൽ വന്ന ശേഷം ഡ്രസ്സ് മാറ്റിട്ട് ട്യൂഷന് പോയി പഠിക്കണം. അതും കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഇരുന്ന് പഠിക്കണം. എന്നിട്ട് കഴിച്ചിട്ട് ആകെ കിട്ടുന്ന സമയം ഉറങ്ങുന്ന സമയമാണ്. ഇതെന്തൊരു ജീവിതം. എടി പാറു, അതിന് നീ ട്യൂഷന് പോകാറുണ്ടോ? അറ്റ്ലീസ്റ്റ് വീട്ടിൽ വന്നിട്ടെങ്കിലും പഠിക്കാറുണ്ടോ? പോടി. എടി പാറു, ഞാൻ ഈ മറല്ല അടിക്കുമ്പോൾ നീ താഴെ നിന്ന് ആ ബക്കറ്റിൽ പിടിക്കണം കേട്ടോ. ഇവിടെ ഏകദേശം മറലെടുത്തു. അടുത്ത നമുക്ക് അവിടെ പോയി എടുക്കാം. എടി പാറു, കസേര കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളേ. എനിക്ക് വയ്യടി ഈശാന. ഈ ജനലില് നിറയെ പൊടിയാ. എന്റെ മൂക്കിലൊക്കെ പൊടി കയറി ശ്വാസം മുട്ടുന്നു. നീ ആ മറലൊക്കെ പിടിച്ചോ. നീ ഒന്ന് മിണ്ടായിരിക്കും പാറു. ഞാൻ ആ വലിയ മറല തട്ടാൻ പോകുക. മനഃശാശിയില്ലാത്ത ഇഷാന. ഇതെന്താ എന്റെ തലയിലൊരു തണുപ്പ്. ചെള്ളത്തിൽ അടിക്കുന്നേ. ഏത് സാധനം? അയ്യോ, 8 കാലിയോ? അയ്യോ ആന്റി, ഞാനല്ല. ഇവൾ ചെലന്തിയെ കണ്ട് പേടിച്ചപ്പോ പക്കത്ത് ചവിട്ടി മറന്നതാ. അവൾ മറല എന്റെ തലയിലേക്ക് ഇട്ടത് കൊണ്ടല്ലേ ഞാൻ ഓടിയത്. ഇന്ന് 2 പേരുടെയും കഞ്ഞി ഞാൻ കുടിപ്പിക്കും. നിൽക്കടി അവിടെ. അയ്യോ വേണ്ടായേ. ഹലോ ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ഒക്കെ ചെയ്തോളൂ. ദാ വരുന്നടി. എന്താ 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 രണ്ടുപേരും വായി വിളഞ്ഞിരിക്കുന്നേ? ഇതൊക്കെ വലിയ കഥ പിന്നെ പറയാം. അമ്മി, അവിടെ 2 പേര് ഓടുന്നുണ്ട്. വേഗം പോയി അടിക്ക്. അല്ലടി, നീ എവിടെയായിരുന്നു? അതമ്മേ, ഞാൻ നോട്ട് വാങ്ങാൻ പോയതായിരുന്നു. അവരോട് ചോദിച്ചിട്ടാ പോയേ. അതായത് വീട്, അവളുടെ വീട് ഇവിടെ